കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരോട് മൊബൈൽ ക്യാമറയുടെ ഉപയോഗത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ കൂടുതലൊന്നും ആലോചിക്കാതെ പറയും ഫോട്ടോസ് എടുക്കാം, സെൽഫി എടുക്കാം, അതിനുവേണ്ടിയാണ് മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്നതെന്ന് പറയും. എന്നാൽ സെൽഫി എടുക്കാൻ വേണ്ടി മാത്രമല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോണിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ടോപ്പ് 7 ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ചില ആപ്ലിക്കേഷനുകളുടെ സഹായം ആവശ്യമാണ്. ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ഞാൻ എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് നമുക്ക് ക്യാമറ ഉപയോഗിച്ച് നമ്മളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ? നമ്പർ 1, ഫോട്ടോമാത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്കുകൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ എന്റെ ഫോണിന്റെ ക്യാമറ ഓപ്പൺ ആയി. ക്യാമറ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൽ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ആണോ സോൾവ് ചെയ്യേണ്ടത്, മാത്സിലെ ഏത് പ്രോബ്ലം ആണോ സോൾവ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ ഈ ക്യാമറ കൊണ്ട് ഒന്ന് സ്കാൻ ചെയ്യുക. ഇവിടെ സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ ക്യാമറ സ്ക്രീനിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സ്ക്രീനിലേക്ക് ക്യാമറ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആ സ്ക്രീനിൽ ഉണ്ടായിരുന്ന ആ കണക്ക് സോൾവ് ചെയ്ത് അതിന്റെ ആൻസർ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ കൊടുത്തിരിക്കുന്ന അതേ സെയിം ആൻസർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളർ ബാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ ആൻസർ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സെറ്റിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾ ചെയ്ത കണക്കുകളുടെ എല്ലാം ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ ക്ലിയർ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു കാൽക്കുലേറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാനുവലി കണക്കുകൾ ചെയ്തു നോക്കണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. ഇനി നമുക്ക് സെക്കൻഡ് നമ്പറിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. കാർഡ്ബോർഡ് ക്യാമറ, ഗൂഗിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് കാർഡ്ബോർഡ് ക്യാമറ. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 360 ഡിഗ്രി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഞാനിവിടെ 1-2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നോക്കുക, ഇത് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഈ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഞാൻ എടുത്ത ഫോട്ടോസ് ആണ്. നോക്കുക, 360 ഡിഗ്രി ഫോട്ടോസ് ആണ്. ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഫോട്ടോ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നതെന്നൂടെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു ക്യാമറ ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് ക്യാമറ വളരെ പതുക്കെ റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് മാർക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. വളരെ സ്ലോ ആയിട്ട് മാത്രമേ ക്യാമറ മൂവ് ചെയ്യിക്കാവൂ. 360 ഡിഗ്രിയിൽ നിങ്ങളുടെ ക്യാമറ മൂവ് ആയി കഴിയുമ്പോൾ ഈ റെഡ് മാർക്ക് ഇതിന്റെ എൻഡിൽ എത്തിക്കഴിയുമ്പോൾ 360 ഡിഗ്രി ഫോട്ടോ റെഡിയാവും. അപ്പോൾ നിങ്ങൾ ഇത് വളരെ സ്പീഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഞാൻ സ്പീഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റോപ്പ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും റെക്കോർഡിംഗ്. ഫോട്ടോസ് എടുക്കുമ്പോൾ ഫോൺ അധികം ഷേക്ക് ആകാതെ നോക്കുക. വളരെ പതുക്കെ മാത്രം ഫോൺ മൂവ് ചെയ്യിച്ച് നിങ്ങൾക്ക് ഇതേപോലെയുള്ള 360 ഡിഗ്രി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. തേർഡ് നമ്പറിലുള്ള ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ക്യാമറയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെ കുറിച്ച് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഷയിലേക്ക് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു നോട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ക്യാമറ ഓപ്പൺ ആക്കുകയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ. അതിനുശേഷം ഫോക്കസ് ചെയ്ത് ഞാൻ ഇവിടെ ഒന്നും ഈ ടെക്സ്റ്റിന്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ആപ്ലിക്കേഷൻ ഈ ടെക്സ്റ്റ് സ്കാൻ ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് സെലക്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു റൈറ്റ് സൈഡിലേക്കുള്ള ആരോ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, സ്ക്രീനിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ മലയാളത്തിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ടു മലയാളമാണ്. നിങ്ങൾക്ക് മറ്റ് ലാംഗ്വേജുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മറ്റ് ലാംഗ്വേജുകളിലേക്കും ഫോട്ടോ എടുത്തിട്ട് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, അവിടെ എന്തെങ്കിലും ബോർഡൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാത്ത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 4th നമ്പറിലുള്ള ആപ്ലിക്കേഷനാണ്
സ്ട്രീറ്റ് ലെൻസ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ATM, പെട്രോൾ പമ്പ്, ബാങ്ക്, ഷോപ്പിംഗ് സെന്റർ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആക്കുക. ലൊക്കേഷൻ ഓൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ അറിയേണ്ടത്, ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്, എവിടെ ഒരു ബാങ്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ATM എവിടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യം അറിയണം, അതിന് നിങ്ങൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് ഫ്യൂവൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ATM, അതേപോലെ ബാങ്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. നോക്കുക, എത്ര കിലോമീറ്റർ ദൂരെയാണ് ഈ ATM നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇവിടെ ഞാൻ ആക്സിസ് ബാങ്കിന്റെ ATM എവിടെയാണെന്ന് നോക്കുകയാണ്. നോക്കുക, ഇതിന്റെ അഡ്രസ് സഹിതം ഇവിടെ മുകളിൽ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, നമുക്ക് ഓരോ ബാങ്കിന്റെ ATM അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ മുകളിൽ എഴുതി വരുന്നത് കാണാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അടുത്തുള്ള ATM, അതേപോലെ റെസ്റ്റോറന്റ് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയല്ല, എത്ര കിലോമീറ്റർ ദൂരെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 5th പൊസിഷനിലുള്ള ആപ്ലിക്കേഷന്റെ പേരാണ് ടെസ്റ്റ് ഫെയറി. ടെസ്റ്റ് ഫെയറിയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ആ ടെസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു ക്യാമറയുടെ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോണിന്റെ ക്യാമറ ഓപ്പൺ ആയി. അതിനുശേഷം ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ആ ടെസ്റ്റ് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്രോപ്പ് ചെയ്യുകയാണ്. ക്രോപ്പ് ചെയ്തു. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴെയായിട്ടുള്ള ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്കാനിങ് നടക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ സ്കാൻ ചെയ്യുകയാണ്. നോക്കുക, സേവിംഗ് ഡോക്യുമെന്റ്. ഞാനിവിടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നോക്കുക, നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത കാര്യം ഇവിടെ ടെസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഞാൻ ഇവിടെ ഒന്നും ഇത് എഡിറ്റ് ചെയ്യാണ്. നോക്കുക, സ്ക്രീനിൽ കണ്ട ടെസ്റ്റ് ഇമേജ് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തു. അതിനുശേഷം അത് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ്. നോക്കുക, എത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. ഇതിനി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്നും ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ ടെസ്റ്റ് ഫയൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ഇത് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഇമേജിൽ നിന്നും ടെസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഗാലറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഗാലറി സെലക്ട് ചെയ്യുക, അതിൽ നിന്നും ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് അതിൽ നിന്നുള്ള ടെസ്റ്റ് ഫയലുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 6th പൊസിഷനിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ലോഗ് വാച്ച് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. നമ്മളുടെ ഫോൺ മറ്റാരെങ്കിലും നമ്മൾ അറിയാതെ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾ ചെയ്യാനുള്ളത് സെൻഡ് അലർട്ട് ഇമെയിൽ എന്നുള്ളത് എനേബിൾ ചെയ്യുക. അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ് കൊടുക്കണം. ഏത് മെയിലിലേക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് അയച്ചു തരേണ്ടതെന്ന് ഇവിടെ നിങ്ങൾക്കൊരു ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നിങ്ങൾ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. തെറ്റായിട്ടുള്ള അൺലോക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 100% വർക്കിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഞാനിവിടെ എന്റെ ഇമെയിൽ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. someone tried to unlock your Samsung mobile ഒരു മെയിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇതിൽ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം തെറ്റായിട്ടുള്ള അൺലോക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചപ്പോൾ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. അധികം മെമ്മറി ഒന്നും പോകത്തില്ല. ഇനി 7th പൊസിഷനിലുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. QR ആൻഡ് ബാർകോഡ് സ്കാനർ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ കവറിന്റെ മുകളിൽ ഒരു QR കോഡ് കാണും, അല്ലെങ്കിൽ ഒരു ബാർകോഡ് കാണും. നമുക്ക് അതൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. മറ്റു വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഈ QR കോഡിലൂടെ. ഞാൻ ഇവിടെ ഒരു QR കോഡ് എന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതൊന്ന് സ്കാൻ ചെയ്യുകയാണ്. നോക്കുക,
ഈ QR കോഡ് ഞാൻ സ്കാൻ ചെയ്തു. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന QR കോഡിൽ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വരും. അതേപോലെ ഇമെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ ആ QR കോഡിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇതൊന്ന് ഓപ്പൺ ആക്കിയാണ്. ഈ ലിങ്കിൽ ഈ QR കോഡിൽ എന്ത് ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്, ഇതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് ആയിരുന്നു ആ QR കോഡിലുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ക്യാമറ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് അതിന്റെ വിവരങ്ങൾ അറിയാനും സാധിക്കും. അപ്പോൾ മൊബൈൽ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ടോപ്പായിട്ടുള്ള 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് കാര്യമാണ്, ഏത് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.